64ാമത് കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ ഓരോ ദൃശ്യങ്ങളും പകർത്തുകയാണ് ഗോപി മാഷ്. കലോത്സവം കാണാനെത്തുന്നവർ, കലോത്സവത്തിൽ പങ്കെടുക്കുന്നവർ, കലോത്സവത്തിലെ മായാത്ത ചിത്രങ്ങൾ ഇതെല്ലാം കടലാസിൽ വരയ്ക്കുന്ന ഗോപി മാഷ് ആദ്യമായല്ല കലോത്സവ വേദിയിലെത്തുന്നത് അല്ലേ മാഷേ? ഒരുപാട് കലോത്സവങ്ങൾ ഞാൻ 87 മുതലുണ്ട്. 87 മുതൽ നിറസാന്നിധ്യമാണ്. ഓരോ കാസർഗോഡ് മുതൽ കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ജില്ലയിലും പോയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്തായിരുന്നു, അതിന് മുമ്പ് കൊല്ലത്തായിരുന്നു. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ 2-4 ദിവസം താമസിക്കുക, അവിടെ പോകുന്ന കാഴ്ചകൾ, ഒരു ബുക്ക് മേടിക്കുക, ബുക്കിൽ കംപ്ലീറ്റ് നിറയ്ക്കുക. അപ്പോൾ കഴിഞ്ഞ വർഷം ഒരു 400 പേജിൻ്റെ പുസ്തകമാക്കി, കഴിഞ്ഞു 200 പേജായിരുന്നു, ഇപ്പം 400 പേജാക്കി. അപ്പോൾ അത് നിറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോരും. ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കലോത്സവത്തിലെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങൾ ഒരുപക്ഷെ ആ കലോത്സവം ദൂരെ നിന്ന് ആസ്വദിക്കുന്ന ഒരു കുട്ടിയായിരിക്കാം, അല്ലെങ്കിൽ ബലൂൺ വിൽക്കുന്ന ഒരു കച്ചവടക്കാരൊക്കെ, അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന ചിത്രം എന്നൊന്നുമില്ല മാഷെ. ഒന്നുമില്ല, ഞാൻ അവിടെ കാണുന്ന കാഴ്ചകൾ ചിലർ ചിലപ്പോൾ ഉറങ്ങായിരിക്കും. അപ്പോൾ അവർ പെട്ടെന്ന് വരച്ച് ഇതാക്കിയോ, അപ്പോൾ അവരെ ഭാവങ്ങൾ പകർത്ത്, അതൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നുകയാണ്. ആദ്യം ഫൈൻ ആർട്സ് കോളേജിലായിരുന്നു, പിന്നീട് ഗവൺമെൻറ് സ്കൂളിൽ ചിത്രകലാധ്യാപകൻ. മൂന്ന് സ്കൂളുകൾ വർക്ക് ചെയ്തു. ഇപ്പോൾ അവസാനം കുമരലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് റിട്ടയർഡ് ചെയ്തത്. അവിടെ സാഹിത്യമായിട്ട് സമ്പന്നമായിട്ടുള്ള അധ്യാപകരായിരുന്നു. അവരുടെ നിന്ന് ഞാൻ 17 റിട്ടയർഡ് ചെയ്തു. പിന്നെ അതിനുശേഷം വീണ്ടും ഇതേപോലെ സജീവമായിട്ട് ഓരോ ജില്ലയിലും പോകും. നമ്മളത് നോക്കുന്നില്ല, നമുക്കൊരു രസം. കലോത്സവത്തിൻ്റെ കലാപൂരം അങ്ങനെ കടന്നു പോകും. പക്ഷേ ഈ ചിത്രങ്ങളെല്ലാം ഓരോന്നും എക്കാലവും ഓർമ്മിക്കാവുന്ന രീതിയിൽ വരയ്ക്കാൻ ഈ റിപ്പോർട്ട് ചെയ്യുന്ന എന്നെ കൂടി ഗോപി മാഷ് ഒന്ന് വരയ്ക്കുകയുണ്ടായി. ആ ദൃശ്യം ഒന്ന് കണ്ടാലോ? കൊള്ളാം, നന്നായിട്ടുണ്ട് മാഷേ. കലോത്സവ നഗരിയിൽ നിന്നും TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ.